ഹലോ ഡിയേഴ്സ്, ക്ലാസ്സിലും പോകാതെ മടിയും പിടിച്ച് ഉറക്കവും ലേറ്റ് ആയിട്ട് എണീച്ച് നിൽക്കുന്ന കോലമാണ്. ലേറ്റ് ആയിട്ട് എണീറ്റുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തു. പിന്നെ ഈ കാട്ടിക്കൂട്ടലുകൾ ഉച്ചത്തേക്കുള്ള ഫുഡിനാണ്. ക്ലാസ്സിന് പോകുന്ന ദിവസം ഞാൻ യൂഷ്വലി വെളിയിൽ നിന്നാണ് കഴിക്കുന്നത്. അപ്പം ഇന്ന് കുറച്ച് ഹോംലി ഫുഡ് ഉച്ചയ്ക്ക് കഴിക്കും. അപ്പൊ സവാള അരിഞ്ഞ് കരഞ്ഞതിന് ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോവാം. എണ്ണ ചൂടാക്കുക, കടുക് പൊട്ടിക്കുക. ഉച്ചയ്ക്ക് കഞ്ഞിയാണ്. കഞ്ഞിക്കുള്ള ഒരു സ്പെഷ്യൽ മുട്ടത്തോരനാണ് ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ അരിഞ്ഞ സവോളയും പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും ആഡ് ചെയ്യുക. സോട്ടായി വരുമ്പോഴത്തേക്കും മഞ്ഞപ്പൊടിയും കൂടെ ആഡ് ചെയ്യുക. ഇനിയാണ് നമ്മുടെ മെയിൻ ഹെൽത്തി ആയിട്ടുള്ള ഐറ്റം, മുരിങ്ങയില എടുക്കുക. അപ്പോൾ നമുക്ക് മുരിങ്ങയിലയും കൂടെ വേവിച്ചെടുക്കാം. ഇങ്ങനെ മുരുമുരാന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് എഗ് ആഡ് ചെയ്യാം. സെയിം പാനിലോട്ട് തന്നെ എഗ്ഗും കൂടെ ഒഴിച്ച് ഒന്ന് ചിക്കി പൊരിക്കുക. ദേ നമ്മുടെ മുരിങ്ങയില മുട്ടത്തോരൻ റെഡി ആയിരിക്കുവാണ്. ഇനി ഒരു സ്പെഷ്യൽ ചമ്മന്തി കൂടെ ഉണ്ടാക്കാം. അതിന് കുറച്ച് ചെറിയ ഉള്ളി. ഇനിയാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയ ലൗലോലിക്ക. ചിലയിടത്ത് ലൂബിക്ക എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് കമന്റ് ചെയ്യണം. നമുക്കിനി ഈ ചെറിയുള്ളിയും ലൗലോലിക്കയും കാന്താരിമുളകും എല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കണം. എല്ലാം നാച്ചുറൽ ആയിക്കോട്ടെ, മിക്സി പോലും വേണ്ട. ദേ ഈ നെല്ലിക്കയും കൂടെ ചതച്ച് ലാസ്റ്റാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. 1 ടീസ്പൂണോളം കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇന്ന് എൻ്റെ ലൗലോലിക്ക ചമ്മന്തിയും മുട്ടത്തോരനും കഞ്ഞിയും കൂടെ കൂട്ടി ഞാൻ കഴിക്കാൻ പോവാണ്. ഇതിൻ്റെ ഇടയിൽ ഞാൻ ഓടിപ്പോയി 2 മീനും കൂടെ വറുത്തു. അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല. അതാണ് ആ പാത്രത്തിൻ്റെ സൈഡിൽ ഇരിക്കുന്നത് കേട്ടോ. ആക്ച്വലി ഗൈസ്, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് ഇത്. മടിച്ചുകൾക്കും അതുപോലെ തന്നെ എളുപ്പം പണി തീർത്തിട്ട് ഓടാൻ നിൽക്കുന്നവർക്കും പിന്നെ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്നവർക്ക് ട്രൈ ചെയ്യാനും പറ്റിയ ഒരു ഐറ്റമാണ്. എളുപ്പപ്പണിയാണെങ്കിലും ടേസ്റ്റിനൊന്നും ഒരു കുറവുമില്ല. നാച്ചുറൽ ടേസ്റ്റ്. അപ്പം ഞാൻ ആസ്വദിച്ച് കഴിക്കട്ടെ. നിങ്ങളും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.